UDF ഘടകകക്ഷിയാക്കണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് PV അൻവർ. അസോസിയേറ്റ് അംഗമാക്കിയാൽ അംഗീകരിക്കില്ല. തെരഞ്ഞെടുപ്പിന്റെ ഭാഗമാകാതിരിക്കാൻ കഴിയില്ല. മുന്നണിയായോ അല്ലാതെയോ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമാകുമെന്നും PV അൻവർ പറഞ്ഞു. വിഷയത്തിൽ ആലോചിച്ച് തീരുമാനമെടുക്കാമെന്നാണ് ലീഗ് നേതൃത്വം PV അൻവറിനെ അറിയിച്ചത്. അതിനിടെ കോൺഗ്രസ് നേതാക്കൾ PV അൻവറിന്റെ വീട്ടിലെത്തി. കോഴിക്കോട് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് K പ്രവീൺകുമാർ, KPCC ജനറൽ സെക്രട്ടറി K ജയന്ത് എന്നിവരാണ് അൻവറിന്റെ വീട്ടിലെത്തിയത്. അല്ല, അത് തെരഞ്ഞെടുപ്പല്ലേ. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഒരു പ്രധാന പൊളിറ്റിക്കൽ മൂവ്മെൻറ്റിൻ്റെ ഒരു ഭാഗമാണല്ലോ. തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ മത്സരിക്കാതിരിക്കാൻ കഴിയില്ലല്ലോ. ഒന്നുമില്ലെങ്കിൽ ഒരു ഒറ്റയ്ക്ക് മത്സരിക്കണം, അല്ലെങ്കിൽ മുന്നണിയുടെ ഭാഗമായിട്ട് മത്സരിക്കണം. എന്തായാലും ഒരു മത്സരം ഉണ്ടാവണമല്ലോ, അല്ലെങ്കിൽ മത്സരിക്കുന്നവരോടൊപ്പം ഉണ്ടാവണം. എല്ലാത്തിനും മാറി നിൽക്കാൻ കഴിയും ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക്. അല്ല, അസോസിയേറ്റ് അംഗത്തിൻ്റെയൊക്കെ സമയം കഴിഞ്ഞു പോയി. ഷബീർ ഒമർ വിവരങ്ങൾ നൽകും. ഷബീർ, അൻവറിനെ മെരുക്കാനുള്ള തീവ്ര ശ്രമത്തിലാണോ UDF നേതാക്കൾ? ദിവ്യ, തീർച്ചയായും ഏറ്റവും ഒടുവിലുള്ള ഡെവലപ്മെൻറ്റ്, ഏറ്റവും ഒടുവിലുള്ള സംഭവം എന്ന് പറയുന്നത് കോൺഗ്രസ് നേതാക്കൾ, കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളല്ല എന്നാൽ പോലും നേതൃത്വവുമായി അടുത്ത ബന്ധം പുലർത്തുന്ന നേതാക്കളാണ് ഇപ്പോൾ PV അൻവറിൻ്റെ വീട്ടിലെത്തിയിരിക്കുന്നത്. കോഴിക്കോട് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് K പ്രവീൺകുമാർ, ഒപ്പം തന്നെയാണ് KPCC ജനറൽ സെക്രട്ടറി K ജയന്ത്, പിന്നീട് CMP നേതാവായിട്ടുള്ള MVR ക്യാൻസർ സെൻറ്റർ ചെയർമാൻ കൂടിയായിട്ടുള്ള CN വിജയകൃഷ്ണൻ എന്നിങ്ങനെ 3 പേരാണ് ഇപ്പോൾ PV അൻവറിൻ്റെ ഒതായിലെ വീട്ടിലെത്തിയിട്ടുള്ളത്. അവർ പറയുന്നത് സൗഹൃദ സന്ദർശനമാണ് എന്നാൽ പോലും പാർട്ടിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇവർ ഇവിടെ എത്തിയ PV അൻവറിൻ്റെ വീട്ടിലെത്തിയതെന്നാണ് ലഭിക്കുന്ന വിവരം. PV അൻവറുമായി ഇപ്പോൾ വീടിനകത്ത് കൂടിക്കാഴ്ച നടക്കുകയാണ്. PV അൻവർ UDF അംഗത്വം വേണം, UDF മുന്നണിയുടെ ഭാഗമാക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ഈ ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നാണ് ഏറ്റവും ഒടുവിൽ അദ്ദേഹം ലീഗ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം വീട്ടിൽ തിരിച്ചെത്തിയതിനു ശേഷവും അദ്ദേഹം പ്രതികരിച്ചത്. അതായത് UDF മുന്നണിയുടെ ഭാഗമാക്കണം, അസോസിയേറ്റ് സഹകരണം വേണം, അല്ലെങ്കിൽ അസോസിയേറ്റ് അംഗത്വം അംഗീകരിക്കില്ല, അതിൻ്റെ സമയം കഴിഞ്ഞു പോയി എന്നാണ് PV അൻവർ പറഞ്ഞത്. അപ്പോൾ UDF മുന്നണിയുടെ ഭാഗമാക്കണം, ഇല്ലെങ്കിൽ മത്സര രംഗത്തേക്ക് എന്ന സൂചന കൂടി PV അൻവർ ഏറ്റവും ഒടുവിൽ നടത്തിയ പ്രതികരണത്തിലും നൽകി. അതായത് തെരഞ്ഞെടുപ്പാണ്, തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി മുന്നണിയായോ അല്ലാതെയോ ഉണ്ടാകുമെന്നാണ് PV അൻവർ പറഞ്ഞത്. അപ്പോൾ മത്സര രംഗത്ത് ഉണ്ടാകുമെന്ന സൂചന കൂടി PV അൻവർ ആവർത്തിച്ച് നൽകുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് PV അൻവറിനെ അനുനയിപ്പിക്കാനെന്ന നിലയിൽ കോൺഗ്രസിന്റെ നേതാക്കൾ, അല്ലെങ്കിൽ UDFന്റെ തന്നെ നേതാക്കൾ PV അൻവറിന്റെ വീട്ടിലെത്തിയിരിക്കുന്നത്. എന്തായിരിക്കും PV അൻവറിന്റെ നിലപാട് എന്ന് ഈ നേതാക്കളെ, ഇപ്പോൾ PV അൻവറിന്റെ വീട്ടിലെത്തിയ നേതാക്കളെ PV അൻവർ തന്റെ നിലപാട് അറിയിക്കും. കോൺഗ്രസ് നേതൃത്വം പറഞ്ഞറിയിച്ച കാര്യങ്ങൾ PV അൻവറിനെ ഇവിടെ എത്തിയ നേതാക്കളും ധരിപ്പിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷമായിരിക്കും ഒരു നീക്കുപോക്കിലേക്ക് കാര്യങ്ങൾ എത്തുക. PV അൻവറിനെ പിണക്കി മുന്നോട്ട് പോകുന്നില്ല എന്ന സന്ദേശം കൂടി കോൺഗ്രസ് ഇപ്പോൾ നൽകുന്നു, അല്ലെങ്കിൽ UDF ഇപ്പോൾ നൽകുന്നു. ഒപ്പം തന്നെയാണ് ലീഗ് നേതൃത്വമായുള്ള കൂടിക്കാഴ്ചയിലും PV അൻവറിനോട് ആലോചിച്ച് കാര്യങ്ങൾ ചെയ്യാം, അല്ലെങ്കിൽ ആലോചിച്ച് തീരുമാനം അറിയിക്കാമെന്നായിരുന്നു ലീഗ് നേതാക്കൾ അറിയിച്ചത്. PK കുഞ്ഞാലിക്കുട്ടിയും PM ഇസ്ലാം അടക്കമുള്ളവരുമായാണ് PV അൻവർ കൂടിക്കാഴ്ച നടത്തിയത്. ഈ കൂടിക്കാഴ്ചയിലും UDF അംഗത്വം വേണം, മുന്നണി പ്രവേശനം വേണമെന്ന ആവശ്യം PV അൻവർ നിസ്സംശയം അവതരിപ്പിച്ചു. ഒപ്പം തന്നെയാണ് ഇല്ലെങ്കിൽ താൻ മത്സരിക്കുമെന്ന കാര്യം കൂടി ലീഗ് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. ആ ഒരു ഘട്ടത്തിലാണ് ലീഗ് നേതാക്കൾ ആലോചിച്ച് മറുപടി പറയാമെന്ന് പറഞ്ഞത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ നേതാക്കൾ PV അൻവറിന്റെ വീട്ടിലെത്തിയിരിക്കുന്നത്. അപ്പോൾ PV അൻവറിന്റെ നിർദ്ദേശം, അല്ലെങ്കിൽ PV അൻവറിന്റെ ആവശ്യം നിരാകരിച്ചാണ് UDF സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി ദാരടൻ ഷൗക്കത്തിന് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതെങ്കിലും PV അൻവറിന്റെ സഹകരണം ആവശ്യമാണ് എന്ന സൂചന തന്നെയാണ് കോൺഗ്രസ് ഈ ഒരു ഘട്ടത്തിലും നൽകുന്നത്. അതായത് 2 ദിവസത്തെ സമയമാണ് തൃണമൂൽ കോൺഗ്രസിന്റെ നേതാക്കൾ UDF നേതൃത്വത്തിന് നൽകിയത്, അല്ലെങ്കിൽ കോൺഗ്രസിന് നൽകിയത്. 2 ദിവസത്തിനകം UDF മുന്നണിയുടെ ഭാഗമാക്കണം, ഇല്ലെങ്കിൽ തങ്ങൾ മത്സര രംഗത്തുണ്ടാകും, PV അൻവർ തന്നെ മത്സരിക്കുമെന്നായിരുന്നു തൃണമൂൽ കോൺഗ്രസിന്റെ നേതാക്കൾ പറഞ്ഞത്. ഈ പ്രതികരണത്തിന് ശേഷമാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ നേതാക്കൾ PV അൻവറിന്റെ വീട്ടിലെത്തി കൂടിക്കാഴ്ച നടത്തുന്നത്. എന്തായാലും ഒരു അനുനയത്തിനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നു. ഇതെങ്ങനെയായിരിക്കും PV അൻവർ ഈ അനുനയ ശ്രമങ്ങളോട് പ്രതികരിക്കുക എന്നതിൽ വ്യക്തതയില്ല. ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ നിലപാടനുസരിച്ച് UDF പ്രവേശനമല്ലാത്ത ഒന്നും അദ്ദേഹം അംഗീകരിക്കുന്നില്ല. കാരണം ഈ തൃണമൂൽ കോൺഗ്രസ് നേതാക്കളും ഒപ്പം തന്നെ PV അൻവറും പറയുന്നത് 5 മാസങ്ങൾക്ക് മുമ്പ് തൃണമൂൽ കോൺഗ്രസ് രൂപീകരിച്ചു, അതിനുശേഷം UDFന് ഔദ്യോഗികമായി തന്നെ കത്ത് നൽകി, UDF മുന്നണിയുടെ ഭാഗമാക്കണമെന്ന് അറിയിച്ച് കത്ത് നൽകി. ഈ കത്തിന്റെ അടിസ്ഥാനത്തിൽ നിരവധി തവണ ചർച്ച നടത്തി അനുകൂലമായ സമീപനം തന്നെയായിരുന്നു UDF നേതാക്കളും കോൺഗ്രസും സ്വീകരിച്ചത്. പക്ഷേ മുന്നണിയുടെ ഭാഗമാക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയില്ല, സഹകരിച്ച് മുന്നോട്ട് പോകുമെന്ന് മാത്രമായിരുന്നു നിലപാട്. ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ വെച്ച് UDFമായി PV അൻവർ ഉടക്കുന്നത്. അതിനുശേഷം അദ്ദേഹം UDF മുന്നണി പ്രവേശനത്തിന് വേണ്ടി സമ്മർദ്ദം ചെലുത്തുന്നത്. എന്തായാലും ഒരു അനുകൂല തീരുമാനം ഉണ്ടാകുമെന്ന് PV അൻവർ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ PV അൻവറിന് കീഴ്പ്പെട്ടാൽ അത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് കോൺഗ്രസ് നേതൃത്വം വിലയിരുത്തുന്നു. അപ്പോൾ ഒരു സമവായ ശ്രമത്തിലേക്കായിരിക്കും കാര്യങ്ങൾ പോവുക. അതെന്തായിരിക്കും എന്നുള്ളത് എന്തായാലും PV അൻവർ
UDF-ന് കത്ത് നൽകിയിട്ട് മുന്നണിയുടെ ഭാഗമാക്കണമെന്ന കത്ത് നൽകിയിട്ട് 5 മാസം പിന്നിട്ടിരിക്കുന്നു. ഉചിതമായ സമയത്ത് തീരുമാനമെടുക്കാം എന്നാണ് അറിയിച്ചിട്ടുള്ളത്. പക്ഷേ ഇനിയും ഉചിതമായ സമയമായില്ലേ എന്ന ചോദ്യമാണ് അൻവർ ചോദിക്കുന്നത്. അതുകൊണ്ട് നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അൻവറിനെ മെരുക്കാനുള്ള ശ്രമത്തിൽ തന്നെയാണ് UDF നേതാക്കളുമുള്ളത്. ഷബീർ ഉമറാണ് വിവരങ്ങൾ നൽകിയത്.